ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ISLB അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. നമ്മളിന്ന് ഏറ്റവും പുതിയ PSC പരീക്ഷകളുടെ എല്ലാം ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ചില പ്രീവിയസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എത്രത്തോളം ഉത്തരങ്ങൾ ശരിയായി എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക അല്ലെങ്കിൽ പരിഗണിക്കുക. 1919 മൊണ്ടേഗു സെംസോർഡ് നിയമം, കാരണം ഈ നിയമവുമായി ബന്ധപ്പെട്ടതാണ് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. പ്രവിശ്യകളിൽ ഡയാർക്കിക്കായി നൽകിയിരിക്കുന്നു. 2. ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. 3. പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായി. ഇതിൽ താഴെ പ്രസ്താവനകൾ പരിഗണിക്കാനാണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് ശരി? കണ്ടോ, ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെന്ന് കണ്ടെത്താനാണ്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1 and 2, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 2 and 3. അല്ലേ? ഇവിടെയും നമുക്കുള്ളത് ഈ തർജിമയുടെ ഒരു പ്രശ്നമുണ്ട്. ഒന്നുകിൽ ഡയാർക്കി എന്നങ്ങ് ഇംഗ്ലീഷിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡയാർക്കിയുടെ മലയാളം ദ്വിഭരണം എന്നാണ്. ദ്വിഭരണം ഉണ്ടോ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 നിങ്ങൾക്കറിയാം, വിച്ച് വാസ് പോപ്പുലർലി നോൺ ആസ് മൊണ്ടേഗു സെംസോർഡ് റിഫോം. അല്ലേ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 സുപ്രധാനമായ ഒരു നിയമമാണ്. ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ച നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ നിയമത്തിനെ വിളിക്കപ്പെടുന്ന പേരാണ് മൊണ്ടേഗു സെംസോർഡ് റിഫോംസ്. മൊണ്ടേഗു സെംസോർഡ് ഭരണപരിഷ്കാരങ്ങൾ റിഫോംസ് എന്ന് വിളിക്കാൻ കാരണം ആ സമയത്ത് പ്രധാനമായിട്ടും വൈസ്രോയി ആയിരുന്നത് ലോർഡ് സെംസോർഡും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നത് സർ എഡ്വിൻ മൊണ്ടേഗു. ഈ രണ്ടുപേർ, അതുകൊണ്ടാണ് മൊണ്ടേഗു സെംസോർഡ് റിഫോംസ് എന്നതിന് വിളിക്കാൻ കാരണം. ഈ നിയമം ഒരുപാട് പ്രൊവിഷൻസ് മുന്നോട്ട് വെച്ചു. അതിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ. ഒന്നാമത് ശ്രദ്ധിക്കുക, പ്രവിശ്യകളിൽ ഡയാർക്കിക്കായി നൽകിയിരിക്കുന്നു. ഇത് മലയാളത്തിൽ വായിച്ചാൽ പരസ്പര ബന്ധമില്ലെന്നൊക്കെ തോന്നും, പക്ഷെ ഇതിൻ്റെ ശരിക്കുള്ള ഒരു ഇംഗ്ലീഷ് വെർഷൻ വരേണ്ടത് ഇങ്ങനെയാണ്: ഡയാർക്കി ഇൻ പ്രൊവിൻസസ് വാസ് എനേബിൾഡ് എന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ മലയാളം വരേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്: പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തി എന്നായിരുന്നു. അതിന് പകരം വന്നിരിക്കുന്നത് കണ്ടോ, പ്രവിശ്യകളിൽ ഡയാർക്കിക്കായി നൽകിയിരിക്കുന്നു. PSCയുടെ ഏറ്റവും വലിയ പ്രശ്നം തർജിമയിലെ ഈ ഒരു പൊരുത്തക്കേടാണ്. പോട്ടെ, എന്താണെങ്കിലും തെറ്റാകുന്നില്ല, അത് ശരി തന്നെയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. കാരണം പ്രവിശ്യകളിൽ ആദ്യമായി ദ്വിഭരണം നടപ്പിലാക്കിയ നിയമം, നിങ്ങൾ PSCയുടെ ആദ്യ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ഡയാർക്കി ഇൻ പ്രൊവിൻസസ് വാസ് എനേബിൾഡ് അക്കോർഡിംഗ് ടു ഡാഷ്. ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ശരിയായി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ ശരിയാണ്. രണ്ടാമത്തത്, ദേശീയ തലത്തിൽ ദ്വിസഭകൾ അവതരിപ്പിച്ചു. ഇതും ശരിയായ പ്രസ്താവന. ശരിക്കും പറഞ്ഞാൽ ദ്വിസഭ എന്ന് പറയുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ കറക്റ്റ് ഇംഗ്ലീഷ് ടൈം ബൈക്യാമറൽ സിസ്റ്റം എന്നാണ്. മലയാളത്തിൽ വരേണ്ടത് ദ്വിമണ്ഡല ഭരണ സംവിധാനം. അതായത് നമ്മുടെ പാർലമെന്ററി സംവിധാനത്തിൽ ഇരുസഭകളില്ലേ, ഏതൊക്കെയാ? അപ്പർ ഹൗസ് രാജ്യസഭയും ലോവർ ഹൗസ് രാജ്യസഭയും, 2 മണ്ഡലങ്ങൾ, 2 തലങ്ങളുള്ള സംവിധാനം. അതിനെ വിളിക്കുന്ന പേരാണ് ബൈക്യാമറൽ സിസ്റ്റം, ദ്വിമണ്ഡല ഭരണ സംവിധാനം. ഇത് ആദ്യമായി നടപ്പിലാക്കിയതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 തന്നെയാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ്, രണ്ടും ശരി. മനസ്സിലായോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക, പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായി. ശരിയാണോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. കാരണം ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ആശയം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ മുന്നോട്ട് വെച്ചുവെങ്കിലും പ്രധാനമായിട്ടും 3 പബ്ലിക് സർവീസ് കമ്മീഷനുകൾ, ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഫെഡറൽ PSC, അതുപോലെ പ്രൊവിൻഷ്യൽ PSC ആൻഡ് ജോയിന്റ് PSC, ഇത് 3 നിലവിൽ വരാൻ കാരണമായ നിയമം എന്നറിയപ്പെടുന്നത് ചോദിച്ചാൽ ഉത്തരം ഏതാണെന്ന് അറിയാമോ? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ശരി ഉത്തരം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. കണ്ടോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നായിരുന്നെങ്കിൽ അത് ശരിയായിരുന്നു. അതല്ലാത്തതുകൊണ്ട് ഇവിടെ തെറ്റാണ്. കണ്ടോ, പ്രവിശ്യ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രൊവിൻഷ്യൽ PSC എന്നാണ്, പ്രൊവിൻഷ്യൽ പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാകുന്നു. അപ്പോൾ 1, 2 സ്റ്റേറ്റ്മെന്റുകളാണ് ശരി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? എവിടെയെങ്കിലും ഉണ്ടോ? ഓപ്ഷൻ ബി കണ്ടോ, 1, 2 മാത്രം ശരി എന്നത് ശരിയാണ്. 1, 2 ശരി. ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ച നിയമങ്ങളും ചട്ടങ്ങളും എന്നറിയപ്പെട്ട ഭാഗത്ത് പ്രധാനമായിട്ട് നമ്മൾ പ്രതിപാദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. പ്രധാനമായിട്ട് റെഗുലേറ്റിംഗ് ആക്ട് മുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. റെഗുലേറ്റിംഗ് ആക്ട് 1773, പിന്നീട് വരുന്ന ചാർട്ടർ ആക്ടുകൾ കേട്ടിട്ടില്ലേ? പിറ്റ്സ് ഇന്ത്യ ആക്ട്, അതിനുശേഷം വരുന്ന മിൻഡോ മോർലി റിഫോം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909, കൗൺസിൽസ് ആക്ട്, അതിനുശേഷമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നറിയപ്പെട്ട നിയമം, അതുപോലെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഈ നിയമങ്ങളൊക്കെ ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ചത് നിങ്ങൾ പഠിക്കുമല്ലോ. ഈ ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 1, 2 സ്റ്റേറ്റ്മെന്റുകൾ ശരി. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഈ ക്വസ്റ്റ്യൻ ശരിയായ എത്ര പേരുണ്ട് കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാചകം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 1 യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഇന്ത്യൻ ഫെഡറേഷനെ യൂണിറ്റുകളുടെ കരാറിന്റെ ഫലമല്ല. ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിന്റെ ഫലമല്ല. 2, ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് യൂണിയനിൽ നിന്ന് വേർപെടുത്താം. ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് യൂണിയനിൽ നിന്ന് വേർപെടുത്താം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ട്രാൻസ്ലേഷന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും മുകളിൽ പറഞ്ഞാൽ ഏതാണ് പ്രസ്താവന? ചിലപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 1, ഭരണഘടനയുടെ പാർട്ട് 1, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 1 ആർട്ടിക്കിൾ 1 പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 1 നിർവചനം. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പേരെന്താണ്? ഇന്ത്യയുടെ ശരിക്കുള്ള പേര് ഇന്ത്യ എന്നാണോ, ഭാരതം എന്നാണോ, ഹിന്ദുസ്ഥാൻ എന്നാണോ എന്നൊക്കെ ഇടയ്ക്ക് വലിയ ചർച്ചകൾ നടന്നു. അപ്പൊ നമുക്കെല്ലാം പ്രാമാണികമായി മാറിയത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1. അതിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് എഴുതി വെച്ചിരിക്കുക. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഭാരതം കൂടിയാണ്, അത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന പേര് പോലെ പ്രാധാന്യം ഭാരതം എന്ന പേരിനുണ്ട്, അതുപോലെ പ്രാധാന്യം വൈസ് വേഴ്സ ഇന്ത്യക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുക. ശരി, ഈ ആർട്ടിക്കിളിൽ 1-ാമത്തെ ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിന്റെ ഫലമല്ല എന്നത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊരു വാചകം, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെട്ട വാചകം പറയുന്നത് ഇങ്ങനെയാണ്, ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അല്ലെങ്കിൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നതിന് പകരം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയാൻ തന്നെ കാരണമെന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ഫെഡറേഷൻ യൂണിറ്റുകളുടെ കരാറിന്റെ ഒരു ഫലമല്ല, അല്ലേ? ദ സ്റ്റേറ്റ് ഹാവ് നോ ആൻഡ് ആൾസോ ദ സ്റ്റേറ്റ് ഹാവ് നോ റൈറ്റ് ടു സെഡ്യൂസ് ഫ്രം ദി ഓർ സെപ്പറേറ്റ് ഫ്രം ദി ഫെഡറേഷൻ. ഒരു കാരണവശാലും ഫെഡറേഷനിൽ നിന്ന് വേർപെടുത്താനായിട്ട് അല്ലെങ്കിൽ വേർപിരിയാനായിട്ട് കഴിയില്ല. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരി. 1, 2 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ ശരിയാണ്. മനസ്സിലാവുന്നുണ്ടോ? 1, 2 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 പ്രതിപാദിക്കുന്ന പ്രകാരമുള്ള പ്രസ്താവനകൾ പറയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ പറയുക? അതാണ് എന്താണ്? ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദി സ്റ്റേറ്റ്സ്, അല്ലേ? സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു കരാറിന്റെ ഫലമായി ഉണ്ടായ ഒന്നല്ല ഇന്ത്യൻ യൂണിയൻ എന്നറിയപ്പെടുന്നത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ശരിയാണ്. 2, ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ യൂണിയനിൽ നിന്ന് വേർപെടുത്താം. രണ്ടും ശരിയാണ്. അപ്പോൾ 1, 2 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. ആർട്ടിക്കിൾ 1 അത് പ്രതിപാദിക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നവർ നല്ല കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ റയറായിട്ടുള്ളൊരു ചോദ്യമാണ് വന്നത്. സാധാരണ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വന്നൊരു സാധനമാണ്. ശരി, നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗമാരായിരുന്നു? ഇതാണ് ചോദ്യം, അല്ലേ? നമുക്കറിയാം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്.
എന്നാണെന്ന് പറഞ്ഞ്. ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് 1946. ഡേറ്റ് പറയൂ നിങ്ങൾ, കമന്റ് ചെയ്തേ. ഡിസംബർ മാസം 13-ാം തീയതി അല്ലേ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചപ്പോ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഭൂരിഭാഗം അംഗങ്ങളും കൈയടിച്ച് പാസ്സാക്കി. നല്ല പ്രമേയം, കാരണം ഭരണഘടനയുടെ യഥാർത്ഥ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. ഭരണഘടനയുടെ അഭിലാഷങ്ങളും ലക്ഷ്യങ്ങളും പ്രതിധ്വനിപ്പിക്കുന്ന ഒന്നായിരുന്നു ലക്ഷ്യപ്രമേയം. നല്ല കാര്യം, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ചുരുക്കം ചില ആളുകൾ ഈ ആമുഖത്തെ വിമർശിച്ചു. അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ, ലക്ഷ്യപ്രമേയത്തെക്കുറിച്ച് ഈ പറഞ്ഞ കമന്റ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് റോങ്, ഇല്ലീഗൽ, പ്രീമച്വർ, ഡിസാസ്ട്രസ് ആൻഡ് ഡേഞ്ചറസ്. ബാക്കിയൊന്നും പറയാനില്ല, എല്ലാം പറഞ്ഞിരിക്കുകയാണ്. തെറ്റായത്, നിയമവിരുദ്ധമാണ്, അപക്വമായത്, ദുരന്തപൂർണം അല്ലെങ്കിൽ ദാരുണമായത്, അപകടകരം എന്നിങ്ങനെ ലക്ഷ്യപ്രമേയത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗം ആര് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഓപ്ഷൻ എ മുകുന്ദറാം റാവു ജയ്ക്കർ, ഓപ്ഷൻ ബി KM മുൻഷി, ഓപ്ഷൻ സി അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ, ഓപ്ഷൻ ഡി ഇവരാരുമല്ലെന്നുള്ളത് പറയണ്ട, അത് അല്ല ശരി ഉത്തരം. ഈ മൂന്നിൽ ആരോ ഒരാളാണ് എന്ന് മനസ്സിലായി. ഒന്ന് കണ്ടെത്താം, ആരായിരിക്കും? ഇവിടുത്തെ ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗമാണ്, വട്ടമേ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു നേതാവ് കൂടിയാണ്. പേര് MR ജയ്ക്കർ എന്നറിയപ്പെട്ട മുകുന്ദറാം റാവു ജയ്ക്കർ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കണ്ടോ, മുകുന്ദറാം റാവു ജയ്ക്കർ, MR ജയ്ക്കർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മുടെ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 46 ഡിസംബർ 13-നാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ആദ്യ രൂപം എന്നറിയപ്പെടുന്ന ഒന്നാണ് ലക്ഷ്യപ്രമേയം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇപ്പൊ ലക്ഷ്യപ്രമേയത്തെ ഇത്തരത്തിൽ രൂക്ഷമായി വിമർശിച്ച ഒരു നേതാവാണ് ആര്? മുകുന്ദറാം റാവു ജയ്ക്കർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് LDC 2027 പരീക്ഷ നിങ്ങളെ മാടി വിളിക്കുകയാണ്. ചിട്ടയാടുള്ള പഠനം. ഇനി ഒരേ ഒരു ലക്ഷ്യം, നിങ്ങൾക്ക് ഇതുവരെയുള്ള പരീക്ഷകളിലൊന്നും വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ മറ്റു മേഖലയിൽ പ്രവർത്തിച്ച് നിങ്ങൾക്ക് ഇതുവരെയും ഒരു സർക്കാർ സർവീസിൽ എത്തണമെന്നുള്ള ഒരു ലക്ഷ്യം സാധ്യമാക്കാൻ കഴിയാത്തവർക്കാണെങ്കിൽ, പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചു പോയവർക്കെല്ലാം ഇതാ ആദ്യം മുതൽ തുടങ്ങാനുള്ള ഒരു സുവർണാവസരമാണ്. മിഷൻ LDC 2027. കൃത്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, ഡെയിലി മെന്റർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെ ഒരു ബിഗ് ഓഫർ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വാലിഡിറ്റി ടിൽ എക്സാം. എന്നാണോ എക്സാം അതുവരെ വാലിഡിറ്റി ഉള്ളൊരു കോഴ്സാണ്. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ട് ജോലിയിൽ പ്രവേശിച്ച ശേഷം മാത്രം ബാക്കി ഫീസ് അടയ്ക്കുക എന്നുള്ള ഒരുപാട് ഓഫറുകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കാണുന്ന നമ്പറിൽ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യാം, തിരക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഭരണഘടനാ നിർമ്മാണ സമിതിയുമായിട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. സ്റ്റേറ്റ്മെന്റ് 1: ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ നടന്നത്. ശരിയാണോ തെറ്റാണോ? ഉത്തരം ശരിയാണോ തെറ്റാണോ? പെട്ടെന്ന് പറയൂ. ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ, അത് തെറ്റാണ്. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രായപൂർത്തി വോട്ടവകാശം, അഡൽട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെയോ എന്താണ്? പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് നടന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കും. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്ന് തെറ്റാണ് കേട്ടോ, ഒന്ന് തെറ്റാണ്. അപ്പോൾ ഒന്ന് തെറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയല്ലേ? നമുക്കറിയാം
കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത്. ശരിയായ സ്റ്റേറ്റ്മെന്റ്, 2 ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന കാര്യം ഓർക്കുക. 2 ശരിയാണ്. 3 നോക്കുക. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യം. 25 എന്ന നമ്പർ നിങ്ങൾ കേട്ടിട്ടേ ഇല്ല, അതുകൊണ്ട് അത് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ് ഉണ്ടോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റ്, 3ഉം തെറ്റ്. 1ഉം തെറ്റ്, 3ഉം തെറ്റ്. 4 നോക്കുക. ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26 അംഗീകരിച്ചു. ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഉത്തരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലും പരാമർശിക്കുന്ന ഏക ഡേറ്റ് ആണ് 1949 നവംബർ മാസം 26 അല്ലേ? എഴുതി വെച്ചിട്ടില്ലേ? ദിസ് 26th day of November 1949 do hereby adopt, enact and give to us this constitution എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നു. അപ്പോ ഭരണഘടനയുടെ അന്തിമ കരട് രേഖ അംഗീകരിക്കപ്പെട്ടത് 49 നവംബർ 26 ശരിയായ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടുത്തെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 4, 2ഉം 4ഉം ശരി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയ താഴേക്ക്. ഉണ്ടോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 2, 4 ശരി. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഉദ്യോഗാർത്ഥികളെ, ഇവിടെ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചുള്ള 4 പ്രസ്താവനകൾ വിലയിരുത്താനായിരുന്നു ചോദ്യം. നിങ്ങൾക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. ഭരണഘടനാ നിർമ്മാണ സമിതികളെ തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കണ്ടോ? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണെന്നാണെന്ന് വെച്ചാൽ മറന്നു പോകരുത്. എന്താണ്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചാണ്. അതായത് ഓരോ പ്രവിശ്യയിൽ നിന്നും നാമനിർദ്ദേശം ചെയ്യാൻ മാത്രമല്ല, ഇത്ര ആളുകൾക്ക് ഇത്ര പ്രതിനിധി കൃത്യമായിട്ട് കണക്ക്. അന്നത്തെ ഏകദേശ കണക്ക് പ്രകാരം 1/10 ലക്ഷം എന്നതായിരുന്നു കണക്ക്. അപ്പോൾ 1/10 ലക്ഷം, 10 ലക്ഷം ആളുകൾക്ക് ഒരു പ്രതിനിധി ഈ രൂപത്തിലാണ്. ഉണ്ടോ? പിന്നെ എന്താണ് പറഞ്ഞത്? നമുക്ക് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലെ അല്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. പിന്നെ ഏത് മോഡലിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏത് വ്യവസ്ഥ? ഏക കൈമാറ്റ വോട്ട് അവകാശ സമ്പ്രദായം. ഏക കൈമാറ്റ വോട്ടവകാശ സമ്പ്രദായ പ്രകാരമാണ് ഇലക്ഷൻ നടന്നത് എന്ന കഥയൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? യെസ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞു 46 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അതും ശരിയാണ്. എന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത്? ഡേറ്റ് പറഞ്ഞേ. 1946 ഏത് മാസമാണോ? 46 ഡിസംബർ മാസം 6-ാം തീയതി രൂപീകരിച്ചു. ആദ്യ സമ്മേളനം ഡിസംബർ 9 അല്ലേ? ഡിസംബർ 9 താൽക്കാലിക പ്രസിഡന്റായി സച്ചിദാനന്ദ സിൻഹയെ തിരഞ്ഞെടുത്തു. ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം പ്രസിഡന്റായി ആരെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു എന്ന കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ? യെസ്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 3, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 25 വനിതാ അംഗങ്ങളുടെ തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം എത്ര? ഓർത്തിരിക്കണം, മറന്നുപോകരുത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം ചോദിച്ചാൽ ഉത്തരം 17. മറന്നുപോകരുത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ വനിതകളുടെ എണ്ണം 17. മലയാളികളുടെ എണ്ണമോ? അതും 17. കണ്ടോ? ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കണം. വനിതകളും 17, മലയാളികളും 17. വനിതകളും 17, മലയാളികളും 17. മലയാളി വനിതകൾ എത്ര പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 പേര്. 3 വനിതകൾ മലയാളികൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ ആൻഡ് അനി മസ്ക്രിൻ, 3 പേര് മലയാളികൾ. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ സമ്മേളനത്തിൽ ഫസ്റ്റ് മീറ്റിംഗ്, അതായത് 46 ഡിസംബർ 9 ചേർന്ന ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ആകെ ഒന്ന് 207 പേരെ പങ്കെടുത്തോളൂ. അതിൽ വനിതകളുടെ എണ്ണം 9. ഉണ്ടോ?
9. വനിതകളുടെ എണ്ണം ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണമാണ് 9. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാർട്ടീഷന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 15. ഉണ്ടോ? ഇതെല്ലാം വനിതകളുടെ എണ്ണമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട വനിതകളുടെ എണ്ണം ചോദിക്കുമ്പോൾ ഈ ഓപ്ഷൻസ് ഏത് വന്നാലും സൂക്ഷിക്കുക, നോക്കി എഴുതുക. 25 എന്നൊരു നമ്പർ തെറ്റാണെന്നാണെങ്കിൽ. മനസ്സിലായല്ലോ? അപ്പൊ എന്താ 3? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ആകെ മലയാളി വനിതകളുടെ എണ്ണം എത്ര? ഉത്തരം 3. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ആകെ വനിതകളുടെ എണ്ണം എത്ര? ഉത്തരം 17. ആകെ വനിതകളുടെ എണ്ണം 17. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ മലയാളികളുടെ എണ്ണവും 17 മലയാളി വനിതകൾ അതിൽ 3 ഉണ്ടെന്ന് ഓർക്കണം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ഉത്തരം 9. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 15. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയത്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ശരി കണ്ടുപിടിക്കാനാണേ. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4A ആർട്ടിക്കിൾ 51A പ്രതിപാദിക്കുന്നു. ശരിയോ തെറ്റോ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? അത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൗലിക കർത്തവ്യങ്ങൾ ആർട്ടിക്കിൾ 51A പ്രതിപാദിക്കുന്നത് എന്ന കാര്യം ശരിയായ ഉത്തരവാണ്. അടുത്തത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 86ാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 86ാമത്തെ ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? പെട്ടെന്ന് പറയൂ ഉത്തരം. 86ാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. കാരണം ഇത് പലരും തെറ്റിക്കാൻ സാധ്യത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 86ാം ഭേദഗതി ഓർക്കുമ്പോഴേ ആർട്ടിക്കിൾ 21A എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയെന്ന് ചാടിക്കേറി പറയും. മൗലിക കടമയാണെന്ന് ഓർക്കില്ല. മൗലിക അവകാശവുമാണ്, മൗലിക കടമയുമാണ്. ആർട്ടിക്കിൾ 51A പുതിയൊരു ആർട്ടിക്കിൾ കൂടി കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് അതും ശരിയാണ്. എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതും ശരിയാണ്. 2 ശരി. 86ാം ഭേദഗതിയും മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2 ശരി. ഉണ്ടോ? മൂന്നാമത്തത് 11 മൗലിക കർത്തവ്യങ്ങളുണ്ട് എന്നതാണ്. 11 മൗലിക കർത്തവ്യങ്ങൾ. ശരിയോ തെറ്റോ? മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11 ശരിയാണോ? 10 ഈ 86ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഒന്നും കൂടെ ചേർത്ത് 11. ശരിയാണ്. 3 ശരി. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ ശരിയാണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? 1, 2, 3 ശരിയാണെന്നുണ്ടോ? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ്. 1, 2 ആൻഡ് 3 എന്നത് ശരിയാണ്. മനസ്സിലായോ? ഇനി എന്തുകൊണ്ട് ഈ ഉത്തരം, ഈ ചോദ്യങ്ങൾ ശരിയായി? എന്താണ് ഇതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ സത്യസന്ധമായ വസ്തുത നോക്കാം. മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നറിയപ്പെട്ട ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ശരിക്കും ഉണ്ടായിരുന്ന ഒരു ആശയമല്ല. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ അല്ലെങ്കിൽ 49 നവംബർ 26 980 ജനുവരി 26 പുറത്തിറങ്ങിയ ഭരണഘടനയിൽ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു ആശയമാണ് മൗലിക കടമകൾ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1976 42ാം ഭേദഗതി അല്ലേ? 42nd അമെൻമെന്റ് വിച്ച് വാസ് പോപ്പുലർലി നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ, ലഘു ഭരണഘടന എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതിയിലൂടെയാണ് ആദ്യമായിട്ട് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത്. മറന്നുപോരുത്, മൗലികാവകാശങ്ങൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണെന്ന് ചോദിക്കാം. ഉത്തരം എത്രാമത്തെ ഭേദഗതിയാണെന്ന് ഓർക്കണം. 42ാമത്തെ ഭേദഗതിയാണ്. 42ാമത്തെ ഭേദഗതിയാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പൊ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയത് ഏത് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1976. മറന്നുപോരുത്. മൗലിക കടമകൾ നിലവിൽ വന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1976 ഭരണഘടനയിൽ നിലവിൽ വന്നതെന്ന് വെച്ചാൽ 977. ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി 3. ഈ ഡേറ്റ് പഠിച്ചു വെക്കണം കേട്ടോ. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് എന്ന് മുതൽ ചോദിച്ചാൽ 977. ജനുവരി 3 മുതലാണ് നിലവിൽ വന്നതെന്ന കാര്യം ഓർക്കുക. കടമകൾ, മൗലിക കർത്തവ്യങ്ങൾ, മൗലിക കടമകളല്ല, മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ
മൗലിക എന്താ പറയുക മൗലിക കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ക്ലിയർ ആണല്ലോ? ഏതു രാജ്യത്തിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ചോദിച്ചാൽ മൗലിക കടമകൾ കടമെടുത്ത രാജ്യം ഏതായിരിക്കും? അത് പഴയ സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയിൽ അല്ലെങ്കിൽ USSR അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കടമെടുത്ത ആശയമാണ് മൗലിക കടമകൾ എന്നറിയപ്പെട്ടു. മൗലിക കടമകളുടെ പ്രത്യേകത ഇറ്റ് ഈസ് ഇൻജസ്റ്റിസബിൾ ഇൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോടതി മുഖാന്തരം ന്യായീകരിക്കാൻ കഴിയുന്നവയല്ല. ഇനി ചോദിക്കാൻ കൊള്ളാവുന്നൊരു ചോദ്യമാണ്, മൗലിക കടമകളിൽ 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മൗലിക കടമകൾ. എത്ര എണ്ണമാണ് പറഞ്ഞത്? 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തതെന്ന കാര്യം കൂടി ഓർത്തിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടോ, 86ാം ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കാരണം 2002 കണ്ടോ, 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരു മൗലിക അവകാശങ്ങൾ കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയായി മാറിയത്? മൗലിക അവകാശങ്ങളല്ല, മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുടെ എണ്ണം എത്രയായി മാറിയത്? 11 ആണ്. മനസ്സിലാവുന്നുണ്ടോ? 11ാമത്തെ മൗലിക കടമ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 51A എന്ന ആർട്ടിക്കിളാണ് പൊതുവിൽ പ്രതിപാദിക്കുക മൗലിക കടമകളുമായി ബന്ധപ്പെട്ട്. അതിൽ 51A K എന്ന അനുച്ഛേദം 51A അതിൽ K എന്ന അനുച്ഛേദത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 11ാമത്തെ അനുച്ഛേദം, 11ാമത്തെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് ഓർത്തിരിക്കണം, മറക്കരുത്. സ്റ്റേറ്റ്മെന്റ് രണ്ടും ശരിയാണ്. 86ാം ഭേദഗതിയും മൗലിക കർത്തവ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ രണ്ടിന്റെ സാധൂകരണമാണ്. 11 മൗലിക കർത്തവ്യങ്ങളുണ്ട് എന്ന സ്റ്റേറ്റ്മെന്റും വളരെ ശരിയായ കാര്യമാണെന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി മൗലിക കർത്തവ്യങ്ങൾ DPSP രണ്ടിന്റെയും പൊതുവായ പ്രത്യേകത എന്താ? മൗലിക കർത്തവ്യങ്ങളുടെയും അതുപോലെ DPSP കേട്ടിട്ടുണ്ടോ? എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. മൗലിക കർത്തവ്യങ്ങളുടെയും DPSP രണ്ടിന്റെയും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടിന്റെയും പ്രത്യേകത നമുക്കറിയാം. എന്താണ് രണ്ടിന്റെയും പ്രത്യേകത? ഇറ്റ് ഈസ് ഇൻജസ്റ്റിസബിൾ ഇൻ നേച്ചർ. അല്ലേ? വി കനോട്ട് എൻഫോഴ്സബിൾ ദോസ് പ്രൊവിഷൻസ് ത്രൂ ദി കോർട്ട് ഓഫ് ലോ. കോടതി മുഖാന്തരം സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല ഇവ എന്ന കാര്യവും നിങ്ങൾ അവിടെ ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്തത്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്ന ഡിസ്കഷൻ ക്ലാസ്സുമായി നമ്മൾ മുന്നോട്ട് വരുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ബാക്കി പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.